മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളവയാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹ നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാൻ പുത്രൻ കാരണമായി. ആ പുത്രൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിലൂടെ മാനവകുലം രക്ഷ നേടുകയും ആ രക്ഷ നമ്മിലേക്ക് നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം എവർക്കും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. പിതാവ് തൻ്റെ കാര്യങ്ങളിൽ പുത്രനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്നും പുത്രൻ വെളിപ്പെടുത്തി തന്നവയിലൂടെ ജീവിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത് പുത്രൻ്റെ തന്നെ ആത്മാവായ പരിശുദ്ധാത്മാവാണ് എന്നും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനമാണ് നമ്മളിന്ന് കേട്ടത്. ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാകണമെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും കത്തിജ്വലിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനായി ദൈവവചനം കൂടുതൽ വായിക്കുന്നതിനും ആ വചനത്തിലൂടെ തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നതിനു വേണ്ടി കാതോർക്കുന്നതിനും ആ കാതോർത്തവ ശ്രവിക്കുന്നതിനും അവയിലൂന്നി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് സാധിക്കണം. ആ ഒരു വലിയ കൃപ നമ്മളിലേക്ക് വർഷിക്കപ്പെടട്ടെ. ദൈവസ്നേഹത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരിലേക്ക് നമുക്ക് ചൊരിയുവാൻ